129-ാമത്തെ സാധാരണക്കാർക്കുള്ള ഖത്മുൽ ഖുർആൻ്റെ ക്ലാസ് വിശദമായിട്ട് പഠിക്കാൻ അവസരങ്ങളാണ് ഉപയോഗപ്പെടുത്തുക. അതുമായിട്ട് കാണുന്നവരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാര്യങ്ങളൊക്കെ ഉപകരിക്കുമെങ്കിൽ ഷെയറും ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. സൂറത്തുൽ ഹിജ്ർ 26-ാമത്തെ ആയത്ത് മുതൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ. 26 കഴിഞ്ഞ ക്ലാസ്സിൽ പ്രത്യേകം പറഞ്ഞ ഒരു വിഷയം, സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം അല്ലെങ്കിൽ തെൻവീനിൻ്റെ ശേഷം ബാ വന്നാൽ ആ നൂനിൻ്റെ സ്ഥാനത്ത് മീം കൊണ്ടുവരണം. അതിൻ്റെ പേരാണ് ഇഖ്ലാബ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് നൂനിൻ്റെ ശേഷം തെൻവീനിൻ്റെ ശേഷം ലാമോ റാ വന്നാൽ ഇദ്ഗാമും ബിലാഗുന്ന എന്ന് പറഞ്ഞിരുന്നു. കണ്ടുപിടിച്ച സൂറത്തുൽ ബഖറയുടെ 50 ആയത്തിൽ എത്ര എണ്ണം ഉണ്ട് എന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. സമയത്തിൻ്റെ ചെറിയൊരു പ്രയാസം ഉണ്ടായത് കൊണ്ടാണ് വിടാനുള്ള സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ ലാമോ റോ ഇദ്ഗാമും ബിലാഗുന്നയാണ്. ഇനി ഇദ്ഗാമും ബിഗുന്ന നൂനിൻ്റെ ശേഷം 4 അക്ഷരങ്ങൾ നൗമി, നൂന്, വാവ്, മീമ്, യാ എന്നീ അക്ഷരങ്ങൾ വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ മിൻ സൽസാലിം മിൻ ഹമഇം മസ്നൂൻ. ഇവിടെ മിൻ സൽസാലിം മിൻ അവിടെ കണ്ടില്ല, നൂനിൻ്റെ ശേഷം സ്വാദാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ബ അല്ല, ലാമു റാവുമല്ല, നൗമിയിൽപ്പെട്ട നൂന്, വാവ്, മീമ്, യാ, മിൻ നൂനിൻ്റെ ശേഷം വന്ന അക്ഷരം സ്വാദാണ്. അപ്പോൾ നൗമി അല്ല, നൂന്, വാവ്, മീമ്, യാ എന്നീ അക്ഷരമല്ല. അവിടെ വേറെ മറ്റൊരു ഇനി പറയാൻ പോകുന്ന നിയമമാണ്. ഇപ്പം നമ്മൾ പറഞ്ഞത് നൂനിൻ്റെ ശേഷം അല്ലെങ്കിൽ തെൻവീനിൻ്റെ ശേഷം നൗമി, നൂന്, വാവ്, മീമ്, യാ എന്നീ അക്ഷരങ്ങൾ വന്നാൽ എന്ത് ചെയ്യണം? ഇവിടെ നോക്കി, വലഖദ് ഖലഖ്നൽ ഇൻസാൻ. അവിടെ നൂനിൻ്റെ ശേഷം സീനാണ് അല്ലേ? മിൻ സൽസാലിൻ മിൻ സൽസാലിൻ. അവിടെ തെൻവീൻ വന്നു. തെൻവീനിൻ്റെ ശേഷം മി, നൗമി, നൂന്, വാവ്, മീമ്, യാ അതാ നമ്മളെ നിയമം വന്നു. ഈ തെൻവീനിൻ്റെ ശേഷം വന്ന അക്ഷരം മി, നൗമിയിൽപ്പെട്ട നൂന്, വാവ്, മീമ്, യാ എന്നീ അക്ഷരങ്ങളിൽപ്പെട്ട അക്ഷരമാണ് മീമ്. അപ്പോൾ എന്താണ് ചെയ്യണേ? അതിൻ്റെ പേരാണ് ഇദ്ഗാമും ബിഗുന്ന. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ സ്വൽസാലിൻ എന്ന തെൻവീനെ മീമിന് കൊടുക്കുക, കൂട്ടി യോജിപ്പിക്കുക, എന്നിട്ട് മണിക്കുകയും ചെയ്യുക. ഇദ്ഗാം ബിഗുന്ന, ഉന്നത്തോടുകൂടെ മണിക്കൽ ഉണ്ടാകണം. അതിൻ്റെ പുറമെ കൂട്ടി യോജിപ്പിക്കുകയും ചെയ്യണം, മിക്സ് ആക്കണം. മിൻ സ്വൽസാലിൻ മിൻ മിൻ. അവിടെ നൂനാണ്. നൂന് വ്യക്തമാക്കാനുള്ള കാരണം ശേഷമുള്ള അക്ഷരം ഇൽഹാർ അക്ഷരമായത് കൊണ്ടാണ്. അപ്പോൾ എല്ലാ നൂനും വ്യക്തമാക്കൂല. ആ നൂനിന് എന്ത് ചെയ്യണം എന്ന വിഷയമാണ് ഇപ്പോൾ പറയുന്നത്. മിൻ ഹമ, മിൻ ഹമ. അവിടെ നൂനിൻ്റെ ശേഷം ഹ ആണ്. നൂനിൻ്റെ ശേഷം ബ വന്നാൽ എന്താ ചെയ്യണേ? മീം ബ. നൂനിൻ്റെ ശേഷം ബ വന്നാൽ നൂനിനെ മാറ്റി മീമാക്കി കൊടുക്കണം. നൂനിൻ്റെ ശേഷം ലാമോറ ആണെങ്കിൽ മിൻ, ല എന്നാണെങ്കിൽ മില്ല, മിറ, മിൻ ഹ. മിൻ ഹ എന്ന് പറയുന്നത് പോലെ മിൻ ല എന്ന് പറയില്ല, മിൻ റ എന്ന് പറയില്ല, മിറ. ഇദ്ഗാമും ഇഖ്ലാബ് നൂനാക്കി നൂനിനെ മീമാക്കി മാറ്റുക. ഇദ്ഗാമും ബിലാഗുന്ന ലാമോറ ആണെങ്കിൽ കൂട്ടി യോജിപ്പിക്കുക, വേറൊന്നും ചെയ്യേണ്ട. ഇദ്ഗാമും ബിഗുന്നയാണെങ്കിൽ മൂന്നാമത്തേതാണ് പറഞ്ഞു വരുന്നത്. ഇദ്ഗാമും ബിഗുന്നയാണെങ്കിൽ നൗമിയിൽപ്പെട്ട അക്ഷരമാണെങ്കിൽ കൂട്ടി യോജിപ്പിക്കുകയും മണിക്കുകയും ചെയ്യുക. മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ. അവിടെ വന്നു മിൻ ഹമഇൻ. തൻവീന് ശേഷം മീം വന്നു. മിൻ ഹമഇൻ. മണിക്കേണ്ട രൂപം മനസ്സിലായില്ലേ?
ശേഷമുള്ള അക്ഷരം ഈ 4 അക്ഷരത്തിൽ വന്ന് ഏതെങ്കിലും അക്ഷരമാണെങ്കിൽ ഇനി ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇന്നത്തെ ക്ലാസ്സിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നൂനിൻ്റെ സുക്കൂണുള്ള നൂനിൻ്റെ ശേഷം അല്ലെങ്കിൽ തൻവീനിൻ്റെ ശേഷം ഈ 4 അക്ഷരത്തിൽപ്പെട്ട അക്ഷരമുണ്ടോ എങ്കിൽ അവിടെ ഇദ്ഗാമും ബിഗുന്നയാണ്, കൂട്ടിയോജിപ്പിക്കുകയും മണിക്കുകയും ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഓതുന്ന ക്ലാസ്സിൻ്റെ പുറമെ മറ്റ് ഏതെങ്കിലും പേജുകൾ എടുക്കുക. ഇപ്പം നമ്മൾ സാധാരണ നോക്കുന്ന പോലെ തന്നെ പിന്നെ ബഖറ സൂറത്തിൻ്റെ 50 ആയത്ത് എടുക്കുക, അല്ലെങ്കിൽ 50 ആയത്ത് കുറേ ഉണ്ടാവും, ചിലപ്പോൾ ഇദ്ഗാമും ബിഗുന്ന കുറേ ഉണ്ടാവും. ഇപ്പോൾ 25 അല്ലെങ്കിൽ 20 ആയത്ത് എടുക്കുക. 20 ആയത്തിൽ എത്ര ഇദ്ഗാമും ബിഗുന്നയുണ്ട് എന്ന് എന്ത് ചെയ്യുക, നോക്കിയിട്ട് ഈ വീഡിയോക്ക് താഴെ തന്നെ എന്ത് ചെയ്യുക, കമൻ്റായിട്ട് അറിയിക്കുക. ഇവിടെ ഈ ആയത്തിൽ തന്നെ 2 എണ്ണം വന്നു. ഒന്ന് തൻവീൻ്റെ ശേഷം മീം വന്നു, ഒന്ന് മറ്റതും തൻവീൻ്റെ ശേഷം മീം തന്നെ വന്നിട്ട്. നൂനിൻ്റെ ശേഷം മീം ഒന്ന് ഈ ആയത്തിൽ പറഞ്ഞിട്ടില്ല. അടുത്ത ആയത്ത് നോക്കി, خلقناه من قبل من نار السموم. ഇവിടെ വൽജന്ന ശബ്ദമുള്ള നൂനാണ്, മണിക്കണം. അതിൻ്റെ പുറമെ ആ ഒരു മദ്ദുണ്ട്, മദ് ലാസിമാണ്, നല്ലോണം നീട്ടണം. ഒന്ന് ഓതി നോക്കി, വൽജന്ന പോലെ നീട്ടണം, അതിന് പുറമെ മണിക്കും ചെയ്യണം. വൽ ശബ്ദമുള്ള നൂന് മീമ് എവിടെ കണ്ടാലും മണിക്കണം. വൽ ഖലഖ്നാഹു മിൻ ഖബ്ലു മിൻ നാരിസ് സമൂം. മിൻ നാരി നൂനിൻ്റെ ശേഷം നൂന് തന്നെയാണ് വന്നിട്ടുള്ളത്, നൗമിയിൽപ്പെട്ട അക്ഷരമാണ്. അപ്പോൾ അത് ചെയ്യണം, മിൻ നാരിസ് സമൂം. وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي خَالِقٌ بَشَرًا. ഖാലിഖുൻ എന്ന തെൻവീനാണ്, തെൻവീന് ശേഷം ബാ വന്നു. അവിടെ എന്ത് ചെയ്യണം, തെൻവീൻ്റെ സ്ഥാനത്ത് മീം കൊണ്ടുവരണം. ഖാലിഖുൻ എന്ന് പറയുന്നത് ഖാലിഖും ബശറം. തെൻവീന് ശേഷം മീം വന്നു, ഇദ്ഗാമും ബിഗുന്ന. നമ്മുടെ വിഷയം, ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം ബശറം. തൻവീന് ശേഷം ബശറം, തൻവീന് ശേഷം മീം വന്നു, ഇദ്ഗാമും ബിഗുന്നയാണ്, മണിക്കണം. ബശറം മിൻ സൽസാലിൻ മിൻ ഹമഇം മസ്നൂൻ. ഈ ആയത്തിൽ 3 എണ്ണം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ബശറം മി സൽസാലിൻ മി ഹമഇം അവിടെ മാന്നാണ്. അപ്പോൾ 3 സ്ഥലത്തിൻ്റെ وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي خَالِقٌ بَشَرًا مِنْ صَلْصَالٍ مِنْ حَمَإٍ مَسْنُونٍ فإذا سويته ونفخت فيه من روحي. നൂനിൻ്റെ ശേഷം റാ ലാമ വന്നാൽ എന്ത് ചെയ്യണം, മിർ റൂഹി ഫഖഉ ലഹു സാജിദീൻ. ഇവിടെ ഇദ്ഗാമും ബിഗുന്ന ഇല്ല, നൗമിയിൽപ്പെട്ട അക്ഷരമില്ല. فإذا سويته ونفخت فيه من روحي فقعوا له ساجدين. فسجد الملائكة كلهم أجمعون. ഇവിടെയുമില്ല. فسجد الملائكة كلهم أجمعون إلا إبليس أبى أن يكون مع الساجدين. ഈ ആയത്തിലുണ്ട് അല്ലേ? നോക്കി ഇല്ലേ, അവിടെ നൂനിൻ്റെ ശേഷം നൗമിയിൽപ്പെട്ട നൂന് വാവ് മീമ് യാ അക്ഷരം വന്നോ, അൻ കണ്ടിയ അയ്യക്കൂന, അൻ യക്കൂന എന്ന് പറയാതെ എങ്ങനെ ഓതണ്ടേ, നൂൻ്റെ ശേഷം യാ വന്നതുകൊണ്ട് അയ്യക്കൂന മഅസ്സാജിദീൻ.
إلا إبليس أبى أن يكون مع الساجدين 32-ാമത്തെ قال يا إبليس ما لك ألا تكون مع الساجدين ഈ ആയത്തിലുണ്ടോ? ഇല്ല. അല്ലാ തകൂന എന്നുള്ള സുക്കൂണുള്ള നൂനല്ല. قال يا إبليس ما لك ألا تكون مع الساجدين 33 قال لم أكن لأسجد لبشر خلقته من صلصال من حمأ مسنون ഉണ്ട് നോക്കി قال لم أكن أكن لي എന്ന് പറയുന്നത് أكن لأسجد لبشر خلقته من صلصال من حمأ مسنون തൻവീൻ ശേഷം മീം വന്നിട്ടുണ്ട്. മിൻഹ അവിടെ ഇൽഹാറാണ് വരുന്നത്. ഹമഇം അവിടെയും വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പാഠത്തിൽ അത് മാത്രമേ പറയുന്നുള്ളൂ. പ്രത്യേകമായിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പറയും. ഖാല ഫഖ്റുജ് ഫഅഖ്റുജ് എന്ന് പറയുന്നത് ഫ കഴിഞ്ഞതിന് ശേഷം ഹംസത്തുൽ വസ്ലാണ്. ഹംസത്തുൽ വസ്ൽ ഓതേണ്ടത് ഖാല ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം. ഖാല ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം. ഖാല ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം وإن عليك اللعنة إلى يوم الدين نوري وإن عليك اللعنة إلى يوم الدين قال ربي ربي نترد قال ربي فأنظرني فأنظر റാഇന് സുക്കൂന് മുമ്പ് കസർ വന്നാൽ തർക്കീക്ക് ചെയ്യണം. ഇവിടെ റാഇന് സുക്കൂനാണ് മുമ്പത്തെ അക്ഷരം, പിന്നെ ലാ ആണ് കസറാണ്, തർക്കീക്ക് ചെയ്യണം. قال ربي فأنظرني إلى يوم يبعثون قال ربي فأنظرني إلى يوم يبعثون أرضي قال فإنك من المنظرين نون شاء الله أوانت الإخفاء قال فإنك من المنظرين إلى يوم الوقت المعلوم إلى يوم الوقت المعلوم قال رب بما أغويتني لأزينن لهم في الأرض قال رب بما أغويتني لأزينن لهم في الأرض ولأغوينهم أجمعين قال رب بما أغويتني لأزينن لهم في الأرض ولأغوينهم أجمعين إلا عبادك منهم المخلصين إلا عبادك منهم المخلصين منه അവിടെ നൂന്റെ ശേഷം മഹ ആണ്. ഇദ്ഗാം വന്നിട്ടില്ല, ഇദ്ഗാമും ബിഗുൻ വന്നിട്ടില്ല. നൗമിയിൽ പെട്ട അക്ഷരമല്ല. ശേഷം തൊട്ടു ശേഷമുള്ള അക്ഷരമാണ്. അതിൻ്റെ ശേഷം മീമ് നോക്കണ്ട, തൊട്ടു ശേഷമുള്ള അക്ഷരമാണ് നോക്കേണ്ടത്. നേരെ അടുത്ത അക്ഷരം إلا عبادك منهم المخلصين قال هذا صراط علي مستقيم قال هذا صراط علي مستقيم إن عبادي ليس لك عليهم سلطان إلا من اتبعك من الغاوين
ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താനുൻ ഇല്ലാ മൻ ഇത്തബഅക മിനൽ ഗാവീൻ. സുൽത്താനുൻ തൻവീനാണ് വന്നിട്ടുള്ളത്, ശേഷം നമ്മൾ ഈ എന്നാണ് ഇദ്ഹാറാണ് ചെയ്യേണ്ടത്, വേറെ ഇല്ല. وإن جهنم لموعدهم أجمعين. وإن جهنم شدل نون മണിക്കണം, لموعدهم أجمعين. لها سبعة أبواب أبواب لي എന്ന് പറയുന്നത് തൻവീനിന് ശേഷം ലാം വന്നു. أبواب لكل باب منهم باب منهم തൻവീനിന് ശേഷം മീം വന്നു. إدغام بغنى. لكل باب منهم جزء مقسوم جزء مقسوم. لها سبعة أبواب لكل باب منهم جزء مقسوم. إن المتقين في جنات وعيون. تنوين يشم واو لا جنات تنوين يشم واو جنات وعيون. എങ്ങനെ ജന്നാത്തി വഉയൂൻ, ജന്നാത്തിൻ വഉയൂൻ എന്ന് പറയരുത്. إن المتقين في جنات وعيون ادخلوها ല്ലേ, മൂന്നാമത്തെ അക്ഷരം നോക്കി ഹാക്ക് ലൊമ്മാണുള്ളത്, അതുകൊണ്ട് എന്നാണ് കൊടുക്കേണ്ടത് അല്ലേ. ലൊമ്മ അല്ലെങ്കിൽ ഗസറ കൊടുക്കുന്നത്, ഫത്ത് ആയാലും ഗസറ ആയാലും ഗസറാണ് കൊടുക്കേണ്ടത്. ഇവിടെ ലൊമ്മായതുകൊണ്ട് ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനീൻ. തൻവീൻ വന്നു, പക്ഷേ തൻവീൻ്റെ ശേഷമുള്ള നൗമിയിൽപ്പെട്ട അക്ഷരമല്ല, ആ എന്നുള്ള ഹംസയാണ്. ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനീൻ. ونزعنا ما في صدورهم من غل إخوانا على سرر متقابلين. ونزعنا ما في صدورهم من غل إخوانا على سرر متقابلين. لا يمسهم فيها نصب وما എന്ന് പറയുന്നത് തൻവീന് ശേഷം വാവ് വന്നു, നൗമിയിൽപ്പെട്ട അക്ഷരം. നൂന് വാവ് മീമ് ഏതൊക്കെ അക്ഷരം? നൂനിന്റെ ശേഷം തൻവീന്റെ അക്ഷരം നൗമിയിൽപ്പെട്ട അക്ഷരം വന്നാൽ ഓതേണ്ട എങ്ങനെ? നസ്ബു വമാ നസ്ബുൻ വമാ എന്ന് പറയുന്നത് നസ്ബു വമാ ഹും മിൻഹാ ബിമുഖ്റജീൻ. لا يمسهم فيها نصب وما هم منها بمخرجين. نبئ عبادي نبئ عبادي أني أنا الغفور الرحيم. أنا എന്നുള്ളത് നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂനോ ശ്രദ്ധ വന്നാൽ അനാൽ നോക്കൂല, അനൽ നീട്ടാതെയാണ് ഓതേണ്ടത്. അനൽ ഗഫൂറുർ റഹീം. നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം. وأن عذابي هو العذاب الأليم. وأن عذابي هو العذاب الأليم. وأن عذابي هو العذاب الأليم. ونبئهم عن ضيف إبراهيم. ونبئهم عن ضيف إبراهيم. നൂൻ്റെ ശേഷം ലാദാ വന്നിട്ടുള്ളത് ഇഖ്ഫാണ് ചെയ്യേണ്ടത്. إذ دخلوا عليه فقالوا سلاما قال إنا منكم وجلون. إذ دخلوا عليه فقالوا سلاما قال إنا منكم وجلون. قال
قالوا لا توجل إنا نبشرك بغلام عليم ഇവിടെയും ല തൻവീന ശേഷം ഐന വന്നിട്ടുണ്ട് قالوا لا توجل إنا نبشرك بغلام عليم قال أبشرتموني على أن مسني على أم نون ദേശം മീം വന്നു അമ്മ അൻമ എന്ന് പറയുന്നത് അമ്മസ്സനിയൽ കിബറു ഫബിമ തുബശ്ശിറൂൻ قال أبشرتموني على أن مسني الكبر فبم تبشرون مسني لا നിർത്താൻ مسني നിർത്തുന്നില്ലെങ്കിൽ مسني الكبر فبم تبشرون قالوا بشرناك بالحق فلا تكن من القانطين قالوا بشرناك بالحق فلا تكن من القانطين قال ومن قال ومن يقنط من رحمتي അത് നൂന് വാവ് മീമ് യാ വന്നാൽ മിർ എന്ന് പറയും ഇവിടെ ലാമറാവുന്ന മിർ റഹ്മത്തി റബ്ബിഹി ഇല്ലല്ലാഹൂൻ قال ومن يقنط من رحمة ربه إلا الضالون قال فما خطبكم أيها المرسلون قال فما خطبكم أيها المرسلون قالوا إنا أرسلنا إلى قوم مجرمين ശ്രദ്ധിക്കുക قالوا إنا أرسلنا അവിടെ ശബ്ദമുള്ള നൂനായതുകൊണ്ട് ആദ്യം മണിക്കൽ എന്നിട്ടാണ് നീട്ടേണ്ടത് إنا أرسلنا إلى قوم مجرمين تنوين شم نوميل بطا ميم ونو قوم مجرمين إلا آل لوط إنا لمنجوهم أجمعين إلا آل لوط إنا لمنجوهم أجمعين إلا امرأته قدرنا إنها لمن الغابرين إلا امرأته قدرنا إنها لمن الغابرين 60 ആയത്ത് വരെയാണ് ഓതിയത് ഇൻഷാ അല്ലാഹ് പിന്നെ ഒന്നുകൂടി ഓതി നോക്കാം എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് നൗമിയിൽപ്പെട്ട അക്ഷരം നൂനിൻ്റെ ശേഷം അല്ലെങ്കിൽ തെൻവീൻ്റെ ശേഷം നൗമിയിൽപ്പെട്ട നൂന് വാവ് മീമി നൗമി എന്ന് പറയുന്ന പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് നൗമീന്ന് നൗമി ന വ് മീ ലെ മി പിന്നെ കൂടെ യാ അല്ലേ നൗമി നൂന് വാവ് മീമി യാ അപ്പോൾ ഈ അക്ഷരങ്ങൾ വന്നാൽ എന്ത് ചെയ്യണം കൂട്ടി യോജിപ്പിക്കുക മണിക്കുക നൂനിനെ അല്ലെങ്കിൽ തെൻവീനെ കൂട്ടി യോജിപ്പിക്കുക മണിക്കുക അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എന്ത് ചെയ്യുക ബഖറ സൂറത്തിൽ എത്ര എണ്ണം ഉണ്ട് അല്ലെങ്കിൽ 10 ആയത്തിൽ ഇത്ര എണ്ണം കണ്ടുപിടിച്ചു അല്ലെങ്കിൽ 20 ആയത്തിൽ ഇത്ര എണ്ണം കണ്ടുപിടിച്ചു അത് നോക്കിയിട്ട് എന്ത് ചെയ്യുക അതിന് മുമ്പ് നമ്മളെന്ത് ചെയ്യും മറ്റത് പിന്നെ സമയം കിട്ടുമ്പോൾ നമ്മളെന്ത് ചെയ്യും പെട്ടെന്ന് അത് പിന്നെ നോക്കിയിട്ട് വിടുന്നതായിരിക്കും അപ്പോൾ എന്ത് ചെയ്യുക ആവശ്യക്കാരൊക്കെ നോക്കുക അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഒന്ന് നോക്കാം بسم الله الرحمن الرحيم ولقد خلقنا الإنسان من صلصال من حمأ مسنون والجان خلقناه من قبل من نار
السموم وإذ قال ربك للملائكة إني خالق بشرا من صلصال إني خالق بشرا من صلصال من حمأ مسنون فإذا سويته ونفخت فيه من روحي فقعوا له ساجدين فسجد الملائكة كلهم أجمعون إلا إبليس أبى أن يكون مع الساجدين قال يا إبليس ما لك ألا تكون مع الساجدين قال لم أكن لأسجد لبشر خلقته من صلصال من حمأ مسنون قال فاخرج منها فإنك رجيم وإن عليك اللعنة إلى يوم الدين قال رب فأنظرني إلى يوم يبعثون قال فإنك من المنظرين إلى يوم الوقت المعلوم قال رب بما أغويتني لأزينن لهم في الأرض ولأغوينهم أجمعين إلا عبادك منهم المخلصين قال هذا صراط علي مستقيم إن عبادي ليس لك عليهم سلطان إلا من اتبعك من الغاوين وإن جهنم لموعدهم أجمعين لها 7 أبواب لكل باب منهم جزء مقسوم إن المتقين في جنات وعيون ادخلوها بسلام آمنين ونزعنا ما في صدورهم من غل إخوانا على سرر متقابلين لا يمسهم فيها نصب وما هم منها بمخرجين نبئ عبادي أني أنا الغفور الرحيم وأن عذابي هو العذاب الأليم ونبئهم عن ضيف إبراهيم إذ دخلوا عليه فقالوا سلاما قال إنا منكم وجلون قالوا لا توجل إنا نبشرك بغلام عليم قال أبشرتموني على أن مسني الكبر فبم تبشرون قالوا بشرناك بالحق فلا تكن من القانطين قال ومن يقنط من رحمة ربه إلا الضالون قال فما خطبكم أيها المرسلون
قالوا إنا أرسلنا إلى قوم مجرمين إلا آل لوط إنا لمنجوهم أجمعين إلا امرأته قدرنا إنها لمن الغابرين صدق الله العلي العظيم الحمد لله رب العالمين حمدا يوفي نعمه ويكافئ مزيدا اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമുർറഹീമായ റഹ്മാനായ റബ്ബേ, ഞങ്ങളെ ഓതിയ ഖിറാഅത്തിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ പവിത്രമായ പരിശുദ്ധമാക്കപ്പെട്ട നിന്റെ കലാമ് ഞങ്ങൾ ഓതിയിട്ടുണ്ട്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഓരോ ഹർഫിനും ധാരാളം ഹസനാത്തുകൾ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ വന്ന പിഴവുകളെല്ലാം പരിഹരിച്ചുകൊണ്ട് പരിപൂർണമായിട്ടും നീ സ്വീകരിക്കണം റഹ്മാനെ. ഓരോ ഹർഫിനും ധാരാളം നന്മകൾ നീ രേഖപ്പെടുത്തണേ അല്ലാഹ്. ധാരാളം നന്മകൾ ഞങ്ങളെ ഏടുകളിൽ നീ രേഖപ്പെടുത്തി വെക്കണം റഹ്മാനെ. ഇത് കാരണമായിട്ട് നാളെ സന്തോഷിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത പലരുമുണ്ട്, എല്ലാവരുടെ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ച് നൽകണേ അല്ലാഹ്. നീ പൂർത്തീകരിച്ച് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ആഖിബത്തിന് നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ വീട്ടിലെ മക്കളില്, ഞങ്ങളെ പേരമക്കളിൽ, ഭാര്യ ഭർത്താക്കന്മാരിൽ, മാതാപിതാക്കളിൽ, സഹോദരി സഹോദരന്മാരിൽ, കുടുംബക്കാര്, കൂട്ടുകാര്, അയൽവാസികൾ, നാട്ടുകാര്, നാട്ടിൽ നീ എല്ലാ നിലക്കും നീ ഇസ്സത്തും ബറക്കത്തും റാഹത്തും സന്തോഷവും ഐശ്വര്യവും നൽകണ അല്ലാഹ്. ജോലിയിൽ ബറക്കത്ത് നൽകണ റഹ്മാനെ. ആരോഗ്യത്തിൽ ബറക്കത്ത് നൽകണ റഹ്മാനെ. പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. രോഗമുള്ളവരുണ്ട് റഹ്മാനെ. റബ്ബേ, രോഗങ്ങളൊക്കെ നീ ശിഫയാക്കണേ അല്ലാഹ്. നീ അജിലായ കാമിലായ ശിഫ നൽകണേ അല്ലാഹ്. اللهم ارحمنا وارحم والدينا وارحم المسلمين آمين برحمتك يا أرحم الراحمين. പരിശുദ്ധ റബീഉൽ അവ്വൽ മാസമായതുകൊണ്ട് തന്നെ, കൂടുതൽ മൗലിദുകൾ ഓതുന്ന സമയമായതുകൊണ്ട് തന്നെ പഠിക്കാൻ പറ്റിയ ഓരോ ഭാഗങ്ങളായിട്ട് മൻഖൂസ് മൗലിദ് പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അതൊക്കെ ഉപയോഗപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ്.